പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം, ദൈവം നമ്മെ ഉപദേശിക്കുന്ന ദൈവമാണ്. സങ്കീർത്തനം 25 സങ്കീർത്തനം 8-9 വാക്യത്തിൽ നിന്നാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കുന്നത്. 25 സങ്കീർത്തനം ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ദാവീദ് ഈ സങ്കീർത്തനം എഴുതുവാനുള്ള സന്ദർഭം എന്ന് പറയുന്നത്, ദാവീദിൻ്റെ ജീവിതത്തിൽ അബ്സലോം തനിക്കെതിരായിട്ട് എഴുന്നേൽക്കുമ്പോൾ ആ സന്ദർഭത്തിൽ ദാവീദ് ദൈവത്തോട് കഴിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ സങ്കീർത്തനമാണ് ഈ 25 സങ്കീർത്തനം. ഏതൊരു ഭക്തനും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ശത്രുവിൻ്റെ വാദങ്ങളും എതിരുകളും ശത്രു നമ്മുടെ പിന്നാലെ അനുഗമിക്കുമ്പോഴും ആ മേഖലയിൽ ഒരു ദൈവഭക്തൻ ഒരിക്കലും ശത്രുവിനോട് എതിർക്കുവാനോ പോരാടുവാനോ അവരോടുകൂടെ മാനുഷ്യപരമായിട്ടോ ബുദ്ധിപരമായിട്ടോ ഇടപെടുവാൻ ഒരു ഭക്തൻ ഒരിക്കലും തീരുമാനിക്കത്തില്ല. ഏതൊരു ദൈവഭക്തനും ദൈവത്തിൽ ആശ്രയിച്ച് ശരണമാക്കിയിരിക്കുന്ന ഒരു ദൈവപൈതൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏത് പ്രതിസന്ധി വന്നാലും ആ വ്യക്തി ആദ്യം ആശ്രയിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിലാണ്. അബ്സലോം തനിക്കെതിരെ മത്സരിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ താൻ ദൈവത്തോടുകൂടെ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, എന്നെ ഉപദേശിക്കണമേ. എനിക്കെതിരെ ശത്രു വാദിക്കുന്നു, മത്സരിക്കുന്നു, പക്ഷേ മാനുഷ്യപരമായിട്ട് എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല, സംസാരിക്കാൻ സാധ്യമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ എന്നെ ഉപദേശിക്കണമേ എന്നുള്ള, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടെ അങ്ങനെയുള്ള ആശ്രയത്തിൽ ദൈവത്തോട് താൻ കഴിക്കുന്ന പ്രാർത്ഥനയുടെ ഒരു സംഗീതമാണ് 25 സങ്കീർത്തനം. അതിൻ്റെ 8-9 വാക്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. 8-ാം വാക്യം ഇങ്ങനെയാണ്: യഹോവ നല്ലവനും നേരുള്ളവനും, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. അപ്പോൾ നമ്മുടെ ദൈവം നല്ലവനും നേരുള്ളവനും നേർവഴി കാണിക്കുന്നുമാണ് നമ്മുടെ ദൈവം. പാപികളെ നേർവഴി കാണിക്കുന്നു. ഒരു ഭക്തൻ മുന്നോട്ട് പോകേണ്ട വഴികളെക്കുറിച്ച് സ്വർഗത്തിലെ ദൈവം ഓരോ നിമിഷങ്ങളിൽ ഒരു ഭക്തൻ എങ്ങനെയാണ് സ്റ്റെപ്പ് വയ്ക്കേണ്ടത് എന്നുള്ളത് സ്വർഗത്തിലെ ദൈവം ഉപദേശിക്കും. ആ ദൈവഭക്തൻ സംസാരിക്കാനുള്ള കാര്യാദികൾ എന്തെന്നുള്ളതുവരെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ നാവോടുകൂടെ ഇരുന്ന് സംസാരിക്കും എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ദൈവം വ്യക്തമായിട്ടും വ്യക്തതയോടുകൂടെ ഈ ഭൂമിയിലായിരിക്കുന്ന, ഈ ഭൂമിയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തൻ ചെയ്യേണ്ടതും പോകേണ്ട വഴിയും സംസാരിക്കേണ്ട കാര്യാദികളും, ഒരു പ്രതിസന്ധി വരുമ്പോൾ ഭാരത്തോടെ ഭയപ്പെട്ട് നിൽക്കുമ്പോൾ എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ഭക്തൻ്റെ നാവോടുകൂടെ ഇരുന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കും. പോകേണ്ടെന്ന വഴി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ഭക്തനെ കാണിച്ചു തരും. നേരായ വഴിയിൽ കൂടെ സഞ്ചരിക്കുവാൻ, പോകുവാൻ. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളിലോ നമ്മുടെ ഇഷ്ടങ്ങളിലോ സ്റ്റെപ്പ് വയ്ക്കാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ കഴിയും. സങ്കീർത്തനം 32-ന്റെ 8-ാം വാക്യം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി
നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ മുന്നോട്ട് പോകേണ്ട കാര്യാദികൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന പറഞ്ഞു തരും. ദൃഷ്ടി വെച്ച് നമുക്ക് വ്യക്തതയോടുകൂടെ പോകേണ്ടെന്ന വഴി, നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങൾ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് ഒരു ദൈവഭക്തനെ പറഞ്ഞു കൊടുക്കും, കാണിച്ചു കൊടുക്കും. മറ്റൊരു വാക്യം 92:15 വാക്യം ഇങ്ങനെയാണ്: യഹോവ നേരുള്ളവൻ, അവൻ എൻ്റെ പാറ, അവനിൽ നീതികേടില്ല എന്ന് കാണിക്കേണ്ട തന്നെ. അപ്പോൾ നേരായിട്ട് നമ്മുടെ ദൈവം നേരുള്ളവനാണ്. നേരുള്ള ദൈവം നീതിയോടുകൂടെ നടക്കുവാൻ, നേരായി നടക്കുവാൻ ഒരു ഭക്തനെ ഉപദേശിക്കുന്നു. വളരെ മനോഹരമായി യെശയ്യാവിൻ്റെ പുസ്തകം 28:26 അങ്ങനെ അവൻ്റെ ദൈവം അവനെ യഥാക്രമം ഉപദേശിച്ച് പഠിപ്പിക്കുന്നു. അതായത് ഒരു ഭക്തന് ഏതൊരു മേഖലയിലും എപ്രകാരമായിരിക്കണമെന്നും കൃത്യതയോടുകൂടെ വ്യക്തതയോടുകൂടെ ആ വ്യക്തിയെ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ്. ആമേൻ. അപ്പോൾ ദൈവം നമ്മെ ഉപദേശിക്കുന്നു. ഏതൊക്കെ മേഖലയിലാണ് ദൈവം നമ്മെ ഉപദേശിക്കുന്നത്? ഒന്ന്, ഒരു ഭക്തൻ സംസാരിക്കാൻ തക്കവണ്ണമുള്ള, അതായത് ഒരു ദൈവഭക്തന്റെ മുന്നിൽ ഒരു വിഷയം വരുമ്പോൾ ആ ദൈവഭക്തൻ സംസാരിക്കാനുള്ളത് ദൈവം ആ വ്യക്തിയുടെ വായോട് കൂടെ ഇരുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. അതിലൊരു വാക്യം വളരെ മനോഹരമായിട്ട് പുറപ്പാടിൻ്റെ പുസ്തകം 4:12 വാക്യം: ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ച് തരും എന്ന് അരുളി ചെയ്തു. ഇത് ആരോടാണ് സംസാരിക്കുന്നത്? പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം ആ ഭാഗത്ത് നമ്മൾ വരുമ്പോൾ മോശയോടുകൂടെ ദൈവം സംസാരിക്കുന്ന ഒരു ദൈവശബ്ദമായിട്ടാണ് നമ്മൾ വായിച്ചു കേട്ടത്. അപ്പോൾ ദൈവം നമ്മെ ഉപദേശിക്കുന്നവരാണ്, നേരായ വഴി നടത്തുന്നവനാണ്. നമ്മൾ സംസാരിക്കേണ്ടത് എന്താണെന്നുള്ളത് നമ്മുടെ വായോട് കൂടെ ഇരുന്ന് സംസാരിക്കുന്നവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. താൻ ആടുകളെ മേച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മുൾപ്പടർപ്പിൽ തീ കത്തി, അവിടെ ദൈവത്തിൻ്റെ ഒരു ദർശനം, ഒരു എൻകൗണ്ടർ മോശയ്ക്ക് അവിടെ വെച്ചുണ്ടാകുകയാണ്. മോശയോട് ദൈവം സംസാരിക്കുന്നു: മോശെ, അടിമത്വത്തിലായിരിക്കുന്ന ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ അടിമവേലയിലായിരുന്നു. അവർ വളരെ വേദനപ്പെട്ട് അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ കഷ്ടത ഞാൻ കണ്ടിരിക്കുന്നു. ആ ജനത്തെ വിടുവിക്കുവാൻ നീ കടന്നു പോകണം, ഞാൻ നിന്നെ അതിനായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പൊ മോശ ദൈവത്തോട് പറയുന്നു: ദൈവമേ, എനിക്കതിന് യോഗ്യതയില്ല, എനിക്കങ്ങനെ കഴിയില്ല, അങ്ങനെ എന്നെ കൊണ്ട് സാധ്യമല്ല. വേറെ എത്രയോ പ്രിയപ്പെട്ടവർ യോഗ്യത ഉള്ളവരുണ്ട്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവഭക്തനെ ദൈവം വിളിച്ചാക്കുന്നത് ആ വ്യക്തിയുടെ യോഗ്യതയോ പദവിയോ വിദ്യാഭ്യാസമോ സമ്പന്നനോ ആണെന്ന് നോക്കിയല്ല, ദൈവത്തിൻ്റെ വേലയ്ക്ക് നിയോഗപ്രകാരം അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിലേക്ക് ഒരു വ്യക്തിയെ സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് തിരഞ്ഞെടുക്കുന്നത് ആ വ്യക്തിയുടെ മിടുക്കോ സാമർഥ്യമോ വിദ്യാഭ്യാസമോ കഴിവോ നിറമോ പൊക്കമോ ഇതൊന്നും നോക്കിയല്ല ദൈവം ഒരു വ്യക്തിയെ വിളിച്ചു വേർതിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം ആ വ്യക്തിയെ ദൈവത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ സ്വർഗം ആഗ്രഹിച്ചാൽ അവൻ്റെ ജീവിതത്തിലെ ഏതൊരു യോഗ്യതയുമല്ല നോക്കുന്ന, മറിച്ച് അവൻ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണോ, ആ വ്യക്തിയെ തിരഞ്ഞെടുത്താൽ വിശ്വസ്തയോടുകൂടെ ആ ദൈവീക പദ്ധതി അല്ലെങ്കിൽ ആ സ്ഥാനത്തിലാക്കിയാൽ വിശ്വസ്തയോടെ ചെയ്യുമെന്ന് സ്വർഗത്തിലെ പരിശുദ്ധാത്മാവിന്, സ്വർഗത്തിലെ ദൈവത്തിന് ഉറപ്പ് വരുന്ന വ്യക്തിയെ സ്വർഗത്തിലെ ദൈവം സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ യോഗ്യതകളോ പദവികളില്ലാതെ സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്ത് നിയോഗപ്രകാരമാക്കും. മോശയെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ മോശ ദൈവത്തോട് പറയുന്നു: ദൈവമേ, ഈ ജനത്തെ ചെന്ന് അടിമയിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തെ ഫറവോന്റെ അടിമയിൽ നിന്ന് മിസ്രൈമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവരുവാൻ
ഞാൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്, എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. നീ വേറെ ആരെങ്കിലും തിരഞ്ഞെടുക്കണം. സ്തോത്രം. അപ്പോൾ ദൈവം മോശയോട് പറയുന്ന ദൈവശബ്ദമാണ്, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കണം, നിനക്ക് ഉപദേശിച്ചു തരും എന്ന് അരുളി ചെയ്തു. ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ മേഖലകളിൽ എന്നെയും നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കാൻ ആഗ്രഹിച്ചാൽ അതാർക്കും തടയുവാൻ സാധ്യമല്ല. സ്വർഗത്തിലെ ദൈവം ഒരു വ്യക്തിയെ യോഗ്യനായി കണ്ടാൽ ഒരു മാനുഷ്യ ശബ്ദത്തിനോ ഒരു മാനുഷ്യ കരങ്ങൾക്കോ ആ വ്യക്തിയെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിച്ച് പുറത്തെടുക്കുവാൻ ആഗ്രഹിച്ചാൽ ആ വ്യക്തിയെ ആർക്കും തടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭാരപ്പെടേണ്ട, ഒരു ഭക്തന് സംസാരിക്കേണ്ടത് അർഹതയില്ലാത്ത മേഖലയിൽ അർഹതയുള്ളതാക്കി എന്നെയോ നിങ്ങളെയോ ശബ്ദം കേൾക്കുന്ന ദൈവമക്കളെയോ തിരഞ്ഞെടുത്താക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ പദവിയോ യോഗ്യതയോ വിദ്യാഭ്യാസം കൊണ്ടൊന്നും നിനക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ നീ ദൈവത്തിൽ ആശ്രയം വെച്ച് നീ ദൈവത്തോട് ചേർന്നിരുന്നാൽ നിന്നെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഇടത്ത് നിന്റെ മുന്നിൽ വരുന്ന പ്രശ്നത്തോട്, നിന്റെ മുന്നിൽ വരുന്ന വ്യക്തിയോട് നീ എന്ത് സംസാരിക്കണം, എന്ത് സംസാരിക്കേണ്ട, നീ സംസാരിക്കേണ്ട വാക്കെന്തുവാണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെയും നിങ്ങളുടെ വായോട് കൂടെ ഇരുന്ന് സംസാരിക്കാനുള്ള വാക്കുകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു ഭക്തന്റെ നാവിൻ്റെ തുമ്പിൽ എഴുതി തരുമെന്നാണ്. സ്തോത്രം. ഇവിടെ ദൈവം പറയുന്ന വാക്കിങ്ങനെയാണ്, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് സംസാരിക്കും. ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ജീവിതത്തിൻ്റെ മേഖലകളിൽ ഒരുപക്ഷെ നിങ്ങളൊരു ജോലി സ്ഥലത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കാം. നീ ആ ജോലിയിൽ പ്രവേശിച്ചപ്പോൾ ഒരു ചെറിയ ഒരു സ്ഥാനത്തിലായിരിക്കാം നീ പ്രവേശിച്ചത്. പക്ഷേ നിന്നിലുള്ള ദൈവാശ്രയം വിശ്വസ്തയോടുകൂടെ നീ ആ ജോലികൾ ചെയ്യുന്നത് മനസ്സിലാക്കിയിട്ട് നിനക്ക് ഓരോ സ്ഥാനകയറ്റം നൽകുമ്പോൾ, എനിക്ക് ആ മേഖലയിൽ, ഉയർന്ന മേഖലയിൽ എത്തുവാൻ എനിക്ക് യോഗ്യതയില്ല, എനിക്ക് ആ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ഒരു യോഗ്യതയിലേക്ക്, ഒരു മേഖലയിലേക്ക്, ഒരു പദവിയിലേക്ക് എന്നെ കയറ്റി നിർത്തിയാൽ എനിക്ക് സംസാരിക്കാൻ അറിയില്ല, ആ വിഷയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല എന്നുള്ളത് ചിന്തിച്ച് നീ ഭയപ്പെടേണ്ട. ഒരു ദൈവഭക്തന്റെ വായോട് കൂടെ ഇരുന്ന് നമുക്ക് കഴിയാത്തത് ചെയ്യുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ വായോട് കൂടെ ഇരുന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി സംസാരിക്കും. ആമേൻ. അപ്പോൾ നമുക്ക് സാധ്യമല്ലാത്ത കാര്യം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ദൈവവചനം നിങ്ങൾക്ക് പ്രയാസമുള്ളത് എൻ്റെ അടുക്കിൽ കൊണ്ടുവരുവനെന്നാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ബുദ്ധിയോ കഴിവോ കൊണ്ട് ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന ഇടത്ത് പ്രവർത്തിക്കാൻ സാധ്യമല്ല. പക്ഷേ നീ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന, നിനക്ക് വിരോധമായി മത്സരിക്കുന്ന ശക്തികളോ അസൂയയുടെ മണ്ഡലങ്ങളോ എതിരുകളോ വാദങ്ങളോ നിനക്കെതിരെ മത്സരിക്കുന്ന അനുഭവങ്ങളോ ഇതൊക്കെ നിന്റെ ജീവിതത്തിൻ്റെ മേഖലയിൽ ഉണ്ടാകുമ്പോൾ നീ ആ വിഷയത്തെ കണ്ട് ഭയപ്പെട്ട് ഓടുവാനല്ല, ആ വിഷയത്തെ നീ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും നീ എങ്ങനെ പ്രവർത്തിക്കണമെന്നും അതിനോട് നീ എങ്ങനെ പ്രതികരിക്കണമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നോടുകൂടെ ഇരുന്ന്, നിന്റെ വായോടുകൂടെ ഇരുന്ന്, നിന്റെ ശബ്ദത്തോടുകൂടെ, നിന്റെ വാക്കുകളിലൂടെ കൂടെ ഇരുന്ന് പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. അതിൽ നീ ഭയപ്പെടേണ്ട കാര്യമില്ല. മോശയോട് ഈ ശബ്ദം അറിയിച്ചപ്പോൾ മോശ ഭയപ്പെട്ടു പോയി. കഴിയില്ല, എനിക്ക് സാധ്യമല്ല, വേറെ ആരെങ്കിലും ദൈവമേ നീ തിരഞ്ഞെടുക്കണം, എനിക്ക് വാക്സാമർത്ഥ്യമില്ല. കാരണം തനിക്ക് വിക്കുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് സംസാരിക്കാൻ സ്ഫുടതയില്ല. അതുകൊണ്ട് തന്നെ അയച്ചാൽ ഈ ജനത്തോട്, ഫറവോനോട് സംസാരിക്കാൻ കഴിയില്ല. സ്തോത്രം. എന്നാൽ ദൈവം മോശയോട് പറയുന്ന വാക്ക്, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് ഫറവോനോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ നീ ചെയ്യാനുള്ളത്, ആ സമയത്ത് നീ ചെയ്യാനുള്ളത്, പറയാനുള്ളത്, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് ഞാൻ സംസാരിക്കും.
നീ അത് കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ഉപദേശിക്കുന്ന ദൈവമാണ്. ആമേൻ. ഈ ഭൂമിയിൽ ഏതൊരു അധ്യാപകരിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ നല്ല ഉപദേശങ്ങളും നല്ല ചിന്തകളും നേരായ വഴികളും, നമ്മൾ തകർന്നു പോകാത്ത നേർവഴിയും, നമ്മൾ വാക്കുകളിൽ കുടുങ്ങിപ്പോകാത്ത വാക്കുകളിൽ സാമർത്ഥ്യത്തോടെ സംസാരിക്കാനുള്ള നല്ല വാക്കുകൾ, ഉപദേശങ്ങളും പറഞ്ഞു തരുവാൻ ഒരേ ഒരു വ്യക്തിയാണ് സ്വർഗത്തിലെ ദൈവം, പരിശുദ്ധാത്മാവ്. ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ മതി. വിഷയത്തെ കണ്ട് ഭയപ്പെടുകയോ, ഈ വിഷയം ഞാൻ എങ്ങനെ കൈകാര്യം ചെയ്യും, ഞാൻ എങ്ങനെ സംസാരിക്കും, നീ ഭയപ്പെടേണ്ട. നീ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കാനുള്ളത് ഞാൻ നിനക്ക് ഉപദേശിച്ചു തരും. ഈ ശബ്ദം കേൾക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനങ്ങൾ ധ്യാനിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ജീവിതത്തിൻ്റെ മേഖലകളിൽ ഏത് പ്രതിസന്ധിയിലും നീ പതറേണ്ട, നീ ഭാരപ്പെടേണ്ട. നിന്റെ മുന്നിൽ ശത്രു എപ്രകാരം വാദിച്ചാലും ദൈവം നിന്നോട് പറയുന്ന വാക്കു മാത്രം നീ സംസാരിക്കുക. ദൈവം നിന്നോട് പറയുന്ന വഴികളിൽ മാത്രം നീ നടക്കുക. സ്വർഗത്തിലെ പരിശുദ്ധാത്മാവ് കർത്താവ് നിന്നോട് കൂടെയിരിക്കും. മോശയെ ദൈവം ബലപ്പെടുത്തുകയാണ്, ഞാൻ നിന്റെ വായോട് കൂടെ ഇരുന്ന് നീ സംസാരിക്കാനുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരും. വിദ്യാഭ്യാസം ചെയ്യുന്ന തലമുറയെ, നിന്റെ എക്സാം കണ്ട് നീ ഭയപ്പെടേണ്ട, നിന്റെ പഠനത്തെ കണ്ട് നീ ഭയപ്പെടേണ്ട. പഠിക്കാൻ ഒത്തിരിയാണ്, എനിക്കിത് പറ്റത്തില്ല എന്ന് കണ്ട് നീ ഭയപ്പെടേണ്ട. നിന്റെ ബുദ്ധിയെ തുറന്നു തരുന്ന ആ എക്സാം സമയത്ത് നിനക്ക് ബുദ്ധി ഉപദേശിച്ച് നിന്റെ വായിലൂടെ പറഞ്ഞ് കരങ്ങളിലൂടെ എഴുതുവാൻ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നീ ആശ്രയിക്കുക. നിന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കും. ഏതൊരു വ്യക്തിക്കും സംസാരിക്കാനുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കും. സംസാരിക്കാനുള്ള വാക്ക് പറഞ്ഞു തരും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ഉപദേശിക്കുന്ന ദൈവം. ഏതൊക്കെ മേഖലയിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നീ സംസാരിക്കാനുള്ള വാക്കുകൾ നിന്റെ വായോട് കൂടെ ഇരുന്ന് സ്വർഗത്തിലെ ദൈവം സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും. 2, ഒരു ദൈവഭക്തന്റെ ജീവിതത്തിൽ സ്വർഗത്തിലെ ദൈവം നീ പോകേണ്ടെന്ന വഴി കാണിച്ചു തരും. ഒരു ദൈവഭക്തനെ സംസാരിക്കാനുള്ള ഉപദേശം തരും. 2, പോകേണ്ടെന്ന വഴി കാണിച്ചു തരും. കറക്റ്റായിട്ട് ഒരിക്കലും തെറ്റുപറ്റാതെ, ഒരിക്കലും വീഴ്ച വരാത്ത ഒരു വഴി എന്ന് പറയുന്നത് യേശു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന വഴിയാണ്. ദൈവവചനം പഠിപ്പിക്കുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. അപ്പോൾ ഒരു ഭക്തൻ പോകേണ്ടെന്ന, സഞ്ചരിക്കേണ്ടെന്ന വഴി കാണിച്ചു തരുന്നത് സ്വർഗത്തിലെ ദൈവമാണ്. സങ്കീർത്തനം 32:8 ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടെന്ന വഴി നിനക്ക് കാണിച്ചു തരും. അതെ, നടക്കേണ്ടെന്ന വഴി കാണിച്ചു തരും. യേശു നാം മുന്നോട്ട് പോകേണ്ട കറക്റ്റായിട്ടുള്ള വഴി എന്താണെന്ന് നസ്രയനായ യേശു നമുക്ക് മാതൃകയായി കാണിച്ചു തന്നിരിക്കുന്നു. യേശുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഭക്തൻ ഒരിക്കലും ആ വ്യക്തിക്ക് വഴിതെറ്റിപ്പോകാറില്ല. ഒരിക്കൽ കർത്താവായ യേശു ശൂഖാർ എന്ന പട്ടണത്തിലെ കിണറ്റിൻ്റെ കരയിൽ വെള്ളം കോരിക്കൊണ്ട് നിന്ന സഹോദരിയോട് സംസാരിക്കുകയാണ്. യേശു ആ സഹോദരിയോട് പറയുകയാണ്, സ്ത്രീയെ, നീ കോരിയെടുക്കുന്ന വെള്ളം കുടിക്കും തോറും നിനക്ക് ദാഹിക്കും. പക്ഷെ ഞാൻ തരുന്ന വെള്ളം നീ കുടിച്ചാൽ ഒരിക്കലും ദാഹിക്കത്തില്ല. അപ്പോൾ ആ സഹോദരി പല ഒഴിവുകഴിവുകൾ പറയുകയാണ്. യേശു പറഞ്ഞു, നീ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം. ആ സഹോദരി യേശുവിനോട് പറഞ്ഞു, ഗുരു, അതായത് മോശയുടെ ന്യായപ്രമാണവും അബ്രഹാമിൻ്റെ മാതൃകപ്രകാരവും ഒക്കെ മലയിലും യെരുശലേമിലും ചെന്ന് നമസ്കരിക്കണമെന്നാണ്. യേശു പറഞ്ഞു, നീ ആ മലയിലും യെരുശലേമിലുമല്ല,
ദൈവത്തെ, കർത്താവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഇവിടെ ആ സഹോദരിക്ക് മുന്നോട്ട് പോകുവാനുള്ള, അതായത് പാപ സ്വഭാവങ്ങൾ, അവളിൽ ഉണ്ടായിരിക്കുന്ന പാപ സ്വഭാവങ്ങളെ വെളിപ്പെടുത്തി കറക്റ്റ് ചെയ്ത് പാപത്തെ വിട്ട് കറക്റ്റായിട്ടുള്ള യേശുവിൻ്റെ വഴിയിൽ നിത്യതയിൽ എത്തപ്പെടാനുള്ള കറക്റ്റ് വഴി യേശു ഈ സഹോദരിക്ക് ഉപദേശിച്ചു കൊടുക്കുകയാണ്. സത്യത്തിലും ആത്മാവിലും നീ ആരാധിക്കുക. അതായത് നീ സത്യം മനസ്സിലാക്കി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ നടത്തുന്നത് പോലെ ആത്മാവ് നിറഞ്ഞ് സത്യം മനസ്സിലാക്കി ആത്മാവിനെ തിരിച്ചറിഞ്ഞ് നീ ആരാധിക്ക്, നീ സ്തുതിക്ക്. അതിലൂടെ, ആ വഴിയിലൂടെ നീ സഞ്ചരിച്ചാൽ നിത്യതയിലേക്ക് നിനക്ക് എത്തിച്ചേരാൻ കഴിയും. ഞാൻ പറഞ്ഞു തരുന്ന ഈ വഴിയിലൂടെ നീ സഞ്ചരിച്ചാൽ നിനക്കൊരിക്കലും ദാഹിക്കത്തില്ല. അതേ പ്രിയ ദൈവമക്കളെ, നമ്മെ സ്വർഗത്തിലെ ദൈവം ഉപദേശിക്കുന്നു. ഒരു ദൈവഭക്തനെ സംസാരിക്കേണ്ടത് എങ്ങനെയെന്ന് വായോട് കൂടെ ഇരുന്ന് സ്വർഗത്തിലെ ദൈവം നമ്മെ ഉപദേശിക്കുന്നു. 2, പോകേണ്ടെന്ന വഴി നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. യേശുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഇടുക്കവും ഞെരുക്കവും കഷ്ടതയുമുണ്ട്. ലോകത്തിൻ്റെ വഴി വിശാലമാണ്. ആ വിശാലമായ വഴിയിൽ സഞ്ചരിക്കാൻ ഒരു ഇടുക്കമില്ല, ഞെരുക്കമില്ല. പക്ഷെ യേശുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഭക്തന് ഇടുക്കവും ഞെരുക്കവും കഷ്ടതയും ശത്രുവിൻ്റെ ഭീഷണിയും വാദങ്ങളും എതിരുകളും പീഡനങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷേ ഇതിലൂടെ സഹിച്ചു പോകുന്ന ഒരു വ്യക്തി ഉറപ്പായിട്ടും ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ഭക്തൻ വീണു പോകത്തില്ല. ആ വ്യക്തി കറക്റ്റായിട്ടുള്ള നിത്യതയിൽ എത്തിച്ചേരുവാനിടയാകും. അപ്പൊ വായോട് കൂടെ ഇരുന്ന് സംസാരിക്കുവാൻ ഒരു ഭക്തനെ ദൈവം ഉപദേശിക്കുന്നു. 2, പോകേണ്ടെന്ന വഴി കറക്റ്റായിട്ട് പറഞ്ഞു തന്ന് ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലെ ദൈവം വഴി നടത്തുകയാണ്. സ്തോത്രം. 3-മതായിട്ട് ദൈവം നമ്മെ ഉപദേശിക്കുന്ന നടക്കേണ്ടെന്ന നല്ല വഴി കാണിച്ചു തരുന്നു. 1 രാജാക്കന്മാർ 8:36 ഇങ്ങനെയാണ്: അവർ നടക്കേണ്ടെന്ന നല്ല വഴി അവരെ ഉപദേശിക്കുകയും തൻ്റെ ജനത്തിൽ അവകാശമായി കൊടുത്തതിൻ്റെ ദേശത്ത് മഴ പെയ്യുകയും ചെയ്യുന്നു. അവർ നടക്കേണ്ടെന്ന നല്ല വഴി അവരെ ഉപദേശിക്കുന്നു. പോകേണ്ടെന്ന വഴി കാണിച്ചു കൊടുക്കുന്നു, നടക്കേണ്ടെന്ന വഴി പറഞ്ഞു കൊടുക്കുകയാണ്. അതായത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ, അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക. സ്തോത്രം. അപ്പോൾ അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഞാൻ നിനക്കൊരു ദേശം തരാൻ ആഗ്രഹിക്കുന്നു. ആ ദേശം ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന, നിനക്ക് കാണിച്ച് അവകാശമായി തരാനിരിക്കുന്ന ദേശത്തേക്ക് നീ യാത്ര പുറപ്പെടുക. ആമേൻ. അതായത് ഒരു ദൈവഭക്തൻ എങ്ങോട്ട് പോകണം, ഏതു വഴിയിൽ പോകണം, നമുക്ക് വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന നന്മ എവിടെയാണോ ആ വഴിയിലൂടെ തിരിഞ്ഞ് ആ നന്മയിലേക്ക് എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവം വഴി തിരിച്ചു വിടും. ഞാൻ നിനക്ക് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ പുറപ്പെടുക എന്ന് അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. ഈ ദൈവശബ്ദം കേട്ട അബ്രഹാം പോകേണ്ടെന്ന വഴി തനിക്ക് അറിയില്ല. പക്ഷെ ദൈവം തന്നോട് പറഞ്ഞു, ഞാൻ നിനക്കൊരു ദേശം കാണിച്ച് അവകാശമായി തരാൻ ആഗ്രഹിക്കുന്നു. ആ സ്ഥലത്തേക്ക് നീ എത്തപ്പെടുവാൻ ഞാൻ പറയുന്നത് പോലെ നീ പുറപ്പെടുക, നീ പോകുക, ആ വഴിയിലൂടെ സഞ്ചരിക്കുക. അവിടെ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേരുവാൻ നീ യാത്ര തുടരുക. പോകേണ്ടെന്ന വഴിയെ കാണിച്ചു തരുന്ന ദൈവം. ആ നന്മയിലേക്ക് എത്തുവാൻ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ എത്തിച്ചേരണമെങ്കിൽ, ആ സ്ഥലത്ത് എത്തിച്ചേരണമെങ്കിൽ ദൈവം പറയുന്ന സമയത്ത് നമ്മൾ പുറപ്പെടുവാൻ തയ്യാറാകണം. അബ്രഹാം ദൈവശബ്ദം കേട്ട് തൻ്റെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും കുടുംബത്തെയും ബന്ധുക്കളെയും സകലരെയും വിട്ട് ദൈവശബ്ദം കേട്ട് അനുസരിച്ച് ദൈവം തന്നോട് സംസാരിച്ച
ദൈവശബ്ദപ്രകാരം പോകേണ്ടെന്ന വഴികളിൽ, അതായത് താൻ എത്തിച്ചേരേണ്ട ആ ദേശത്ത്, ദൈവം തനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ദേശത്ത് എത്തപ്പെടുവാൻ ദൈവശബ്ദപ്രകാരം തൻ്റെ യാത്ര തുടരുകയാണ്. അബ്രഹാമിൻ്റെ ജീവിത യാത്രയിൽ വഴിയിൽ പല പ്രതികൂലങ്ങളുണ്ടായി, പ്രതിസന്ധികളുണ്ടായി. പക്ഷേ ദൈവശബ്ദം അനുസരിച്ച് കൂടാരം മാറി മാറി അടിച്ച്, ദൈവശബ്ദം അനുസരിച്ച് ദൈവം തന്നോട് പറഞ്ഞ ദേശത്തിലേക്കുള്ള വാഗ്ദത്ത പ്രകാരം അബ്രഹാം യാത്ര പുറപ്പെട്ടു. സ്തോത്രം. അപ്പൊ നമ്മെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ഒരു ഭക്തൻ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ വ്യക്തി സംസാരിക്കേണ്ടത് എന്താണെന്ന് ഉപദേശിക്കുന്ന ദൈവമാണ്. 2, പോകേണ്ടെന്ന വഴി കാണിച്ചു തരുന്ന ദൈവമാണ്. നടക്കേണ്ടെന്ന വഴി കാണിച്ചു തരുന്ന ദൈവമാണ്. അബ്രഹാമിനോട് പറയുന്നു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്ത് എത്തിച്ചേരുവാൻ നീ അവിടേക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്ക്, നീ പുറപ്പെട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്ന ദൈവശബ്ദം കേട്ട് നീ മുന്നോട്ട് യാത്ര ചെയ്യുന്നുവെങ്കിൽ ഏതൊരു ശത്രുവിൻ്റെ മുന്നിലും നീ ലജ്ജിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആരുടെ മുന്നിലും നിന്റെ വാ അടഞ്ഞു പോകത്തില്ല. ആര് നിനക്കെതിരെ വാദിച്ചാലും അവരോട് സംസാരിക്കുവാൻ നിന്റെ വായോടുകൂടെ പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കും. ഒരു ഭക്തൻ പോകേണ്ടെന്ന വഴിയെ സ്വർഗത്തിലെ ദൈവം കാണിച്ചു തരും. ഒരു ഭക്തൻ നടക്കേണ്ടെന്ന വഴിയെ സ്വർഗത്തിലെ ദൈവം കാണിച്ചു തരും. അബ്രഹാമിന്, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്ത്, അപ്പോൾ ഒരു ദേശം ഞാൻ നിനക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. അവിടെ എത്തുവാൻ ഞാൻ പറയുന്ന വഴിയിലൂടെ നീ സഞ്ചരിച്ചു കൊള്ളുക, പുറപ്പെടുക. സ്തോത്രം. ഒരിക്കൽ ഒരു മകൾ ഒരു സ്കൂളിൽ പഠിക്കുവാൻ തക്കവണ്ണം അവിടെ തിരഞ്ഞെടുക്കണമെങ്കിൽ, സെലക്ട് ചെയ്യണമെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യും. പക്ഷെ ആ കുഞ്ഞിന്, ആ വിദ്യാർത്ഥിക്ക് മലയാളം അറിയില്ല. വളരെ ബുദ്ധിമുട്ടാണ്. അല്പമൊക്കെ സംസാരിക്കാനും എഴുതുവാനും അറിയത്തുള്ളൂ. ഇംഗ്ലീഷും ഹിന്ദിയുമാണെങ്കിൽ നന്നായിട്ടറിയാം. എന്നാൽ ആ സ്കൂളിൽ തനിക്കൊരു അഡ്മിഷൻ ലഭിക്കേണ്ടതുണ്ട്. ആ സ്കൂളിൽ കടന്നുപോയി ആ ഇൻ്റർവ്യൂ പാസ്സായാൽ മാത്രമേ ആ സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. ആ കുഞ്ഞ് വളരെ ഭാരത്തോടുകൂടെ വിളിച്ചു. യേശുവിൻ്റെ നാമത്തിൽ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാനിടയായി. അതായത് ഒരു ഭക്തന്റെ വായിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൾ അത് അനേകർക്ക് ആശ്വാസമായി തീരും. നാം ഒരു ഭക്തൻ സംസാരിക്കേണ്ട ഓരോ സാഹചര്യങ്ങളിൽ, ഓരോ വിഷയങ്ങൾ, ഓരോ വ്യക്തി വിളിച്ചു പറയുമ്പോൾ ആ വിഷയം മനസ്സിലാക്കി നാം സംസാരിക്കേണ്ട വാക്ക് പരിശുദ്ധാത്മാവ് നമ്മെ ഉപദേശിക്കും. നാം പറയേണ്ട വാക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിൻ്റെ തുമ്പിൽ നൽകും. അതിൻ പ്രകാരം ഒരു വാക്കായിരിക്കാം നാം അവരോട് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അതവരെ ജീവിതത്തിൽ വഴിത്തിരിവിന് കാരണമായി തീരും. അവരെ മനസ്സിന് അവർക്ക് വളരെ ആശ്വാസമായി തീരും. അതായത് തിരുവചനത്തിൽ ഒരു വാക്യമുണ്ട്, യെശയ്യാവിൻ്റെ പുസ്തകം 50:4. ആ വചനം ഇങ്ങനെയാണ്: തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർന്നും ശിഷ്യന്മാർ കേൾക്കേണ്ടതിന് അവൻ എന്നെ ഉണർത്തി സംസാരിക്കുന്നു. അപ്പോൾ തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലും തളർന്ന അനുഭവങ്ങൾ, ഭാരത്തോടുകൂടെ ഒരു വ്യക്തി വിളിക്കുകയോ നമ്മോട് സംസാരിക്കുകയോ അവരെ വിഷയം പങ്കുവയ്ക്കുകയോ ചെയ്യുമ്പോൾ ഒരു ഭക്തന്റെ വായോട് കൂടെ ഇരുന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരെ വിഷയം എന്താണെന്ന് മനസ്സിലാക്കി ഒരു വാക്കായിരിക്കാം ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവ് തരുന്നത് പോലെ നാം ഒരു വാക്ക് അവരോട് പറഞ്ഞാൽ അതവരെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹവും വിടുതലും ആശ്വാസമായി തീരും. ആമേൻ. സ്തോത്രം.
അങ്ങനെ ആ കുഞ്ഞ് വിളിച്ച് ഞാൻ ആ കുഞ്ഞിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു വാക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കുഞ്ഞെ, നിന്നോട് ചോദിക്കുന്നതിൻ്റെ ആൻസർ നീയല്ല സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ വായോട് കൂടെ എന്ന് സംസാരിക്കും. അവിടെ നിനക്ക് എഴുത്തിട്ട് പരീക്ഷയുണ്ടെങ്കിൽ നീയല്ല എഴുതുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ കൈ പിടിച്ച് എഴുതും. അവൾ ഒത്തിരി പേടിക്കുവാനും ഭയപ്പെടുവാനും ആ എക്സാം, ആ ഇൻ്റർവ്യൂ, അതായത് ആ ടെസ്റ്റിലേക്ക് കയറുമ്പോൾ വളരെ ഭയമാണ്, വിറയ്ക്കുകയാണ് എന്നൊക്കെ പറഞ്ഞാണ് വിളിച്ച് പ്രാർത്ഥിച്ചത്. പക്ഷെ പരിശുദ്ധാത്മാവ് നൽകിയ ഈ 2 വാക്കു പറഞ്ഞ് ഒരു നിമിഷം പ്രാർത്ഥിച്ച് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിന് ഭയങ്കര ആശ്വാസം ലഭിച്ചു. അവൾ ഇങ്ങനെ ചിന്തിച്ചുവെന്ന്, എൻ്റെ വായിൽ അവർ ചോദിക്കുന്നതിൻ്റെ ആൻസർ ഞാനല്ല സംസാരിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർത്താവ് എന്നോട് സംസാരിക്കുമെന്ന് പറഞ്ഞുവല്ലോ, ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ കൈ പിടിച്ചെഴുതതെന്ന് ഞാനല്ല, കർത്താവ് എൻ്റെ കൈ പിടിച്ചെഴുതുമല്ലോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ കുഞ്ഞ് എക്സാം, ആ ടെസ്റ്റിന് കയറി വളരെ അനുഗ്രഹത്തോടെ അവൾക്ക് ആ സ്കൂളിൽ അതായത് തിരഞ്ഞെടുക്കത്തക്കവണ്ണം അവൾ വിജയിപ്പാനിടയായി. അതിനുശേഷം പുറത്തു വന്നിട്ട് ആ കുഞ്ഞ് ഫോൺ വിളിച്ച് പറഞ്ഞു, വളരെ അത്ഭുതമായി തീർന്നു. ഈ വാക്ക് കേട്ട നിമിഷത്തിൽ ഞാനിത് ഹൃദയത്തിൽ വിശ്വസിച്ച ഉടനെ എൻ്റെ വിറയിൽ മാറി, ഭയം മാറി, എനിക്ക് ധൈര്യം ലഭിച്ചു. ഞാൻ ധൈര്യത്തോടെ കയറുമ്പോഴും എൻ്റെ മനസ്സുകൊണ്ട് പറഞ്ഞു, എൻ്റെ വായിൽ സംസാരിക്കുന്നത് യേശുവാണ്, പരിശുദ്ധാത്മാവാണ്. എൻ്റെ കൈ പിടിച്ചെഴുതുന്നത് പരിശുദ്ധാത്മാവാണ്, യേശുവാണ്. അതുകൊണ്ട് ഞാൻ എന്തിനാ ഭയപ്പെടുന്നത്? ആ കുഞ്ഞിന് ഒരിക്കലും ഇല്ലാത്ത ധൈര്യം ലഭിച്ചു. വളരെ അനുഗ്രഹത്തോടെ പാസ്സായി. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ ദൈവം നമ്മെ ഉപദേശിക്കുന്നവനാണ്. നമ്മുടെ ദൈവം നേരായി വഴിയിലോട്ട് സഞ്ചരിക്കാൻ നമ്മെ ഉപദേശിക്കുന്നവനാണ്. നമ്മുടെ ദൈവം നമ്മൾ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് ഉപദേശിച്ച് കാണിച്ചു തരുന്ന ദൈവമാണ്. കറക്റ്റായിട്ടുള്ള വഴി പറഞ്ഞു തന്ന് ഉപദേശിച്ച് നമ്മൾ തകർന്നു പോകാതിരിക്കുവാൻ, തളർന്നു പോകാതിരിക്കുവാൻ, ഏത് പ്രതിസന്ധി വന്നാലും നമ്മോട് കൂടെ ഇരുന്ന് നമ്മളെ ബലപ്പെടുത്തുന്നവനാണ് സ്വർഗത്തിലെ ദൈവം. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, വിശ്വസിക്കുക, നീ ഏതൊരു വിഷയത്തിലും ഭയപ്പെടേണ്ട. നിന്റെ മുന്നിൽ ശത്രു സൈന്യമാണോ, നിനക്കെതിരായി വാദിക്കുന്ന വ്യക്തികളാണോ, നിനക്കെതിരായി മത്സരിക്കുന്നവരാണോ? നീ ഒരു ദൈവഭക്തനാണെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കും. നിന്റെ നാവോടുകൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. ഇനി എങ്ങനെ പോകുമെന്ന് നീ ഭയപ്പെടുകയാണോ? നീ ദൈവത്തിൽ ആശ്രയിക്ക്. കർത്താവ് നിനക്ക് പോകേണ്ടെന്ന വഴി കറക്റ്റായിട്ട് കാണിച്ചു തരും. നീ ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് വഴി അറിയില്ലെന്ന് പകച്ചു നിൽക്കുകയാണോ? നീ ദൈവത്തിൽ ആശ്രയിക്ക്. നീ പോകേണ്ടെന്ന കറക്റ്റായിട്ടുള്ള റൂട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിനക്ക് കാണിച്ചു തരും. ഈ വചനത്തെ നിങ്ങൾ വിശ്വസിക്കാമോ? നിങ്ങളുടെ നാവോട് കൂടെ ഇരുന്ന് നിങ്ങൾ പോകേണ്ട വഴി ഉപദേശിച്ച് നിങ്ങൾ എത്തേണ്ട നന്മയിൽ കൊണ്ടെത്തിക്കുന്ന ആ സർവശക്തനായ ദൈവത്തെ നീ ആശ്രയിക്ക്. അവൻ നമ്മെ വിടിവിപ്പാനും മാനിക്കുവാനും അനുഗ്രഹിക്കുവാനും ശക്തനാണ്. നമ്മുടെ ദൈവം അനുഗ്രഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവം ശപിക്കുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നേരായ വഴി നടത്തി സമൃദ്ധിയിലും അനുഗ്രഹത്തിലും നിത്യതയിലും കൊണ്ടെത്തിക്കുന്നതാണ് നമ്മുടെ ദൈവം. സമർപ്പിക്കാമോ? ഞാൻ നിങ്ങൾക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി നന്ദി. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇവരെ നാവോട് കൂടെ ഇരിക്കണം, പോകേണ്ടെന്ന വഴി ഉപദേശിക്കണം. ഒരിക്കലും ഏതൊരു പ്രതിസന്ധി വന്നാലും ഭയപ്പെടുന്നവരായിട്ടല്ല, അധൈര്യപ്പെടുന്നവരായിട്ടല്ല, ബലത്തോടെ ദൈവശബ്ദം കേട്ട് യേശുവിൻ്റെ വഴിയിലൂടെ സഞ്ചരിച്ച് അവരുടെ നന്മകളിലേക്ക് പ്രവേശിക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത്. ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.